ഹലോ ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കാപ്പി ദോശയും കടലക്കറിയാണ്. ഏകദേശം ഞാൻ എണീച്ചപ്പോൾ തന്നെ ദോശയൊക്കെ പകുതിയോളം ചുട്ട് കഴിഞ്ഞു. പിന്നെ ഞാൻ വന്നിട്ട് ഉടായ്പ പണിയാണ് ചെയ്യുന്നത്. നമ്മൾ അടുപ്പിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു കേട്ടോ. 3 ദിവസം തീ കത്തിക്കാതിരുന്നിട്ട് ഇന്ന് തീ കത്തിച്ചു. ഇന്നെല്ലാം തനി നാടൻ വിഭവങ്ങളാണ്. അപ്പോൾ അതിനായി എണ്ണ ഒഴിച്ച് കുറച്ച് ഉഴുന്നുപരിപ്പ് മൂപ്പിച്ചിട്ട് നമ്മൾ വാഴത്തട തോരനാണ് വെക്കുന്നത്. ഇവിടെ കൂടുതലും വാഴത്തട, പപ്പയ്ക്ക, ചീര ഇതൊക്കെയാണ് എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് വാഴത്തട തോരനാണ് വെച്ചത്. അതിനായിട്ട് ഞാൻ കുറച്ച് തേങ്ങയൊക്കെ തിരുവിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ അമ്മ ചക്ക അടുപ്പിൽ വെക്കാൻ വന്നു. അപ്പോൾ കുറച്ച് തേങ്ങയൊക്കെ തിരുവി. ഇന്ന് ചക്കയും വെക്കുന്നുണ്ട്, വാഴത്തട തോരനും വെക്കുന്നുണ്ട്, പിന്നെ നമ്മൾ ഇന്നലെ കണ്ടിച്ച് വെച്ച ചാള മീൻ പുളിയും വെക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ആഹാരത്തിൻ്റെ കറികൾ. പിന്നെ കുറച്ച് രസം വെക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും മോൾ എണീച്ച് അവളെയും കൊണ്ട് ചേട്ടൻ വന്നു. ആ സമയത്ത് ഞാൻ തോരത്തിന് അരയ്ക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ തോരത്തിനൊക്കെ ഞാൻ അരച്ചുകൊണ്ട് വന്നു. അപ്പം അരപ്പൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. അങ്ങനെ തോര റെഡിയായി. ചക്കയൊക്കെ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ പോയി കൊച്ചുങ്ങൾക്ക് 2 പേർക്കും കാപ്പി കൊടുത്തു. ഇന്ന് നന്ദുവിന് ബസ്സില്ലാത്തതുകൊണ്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ ലൈൻ ബസ്സിലാണ് അവൻ പോണത്. അപ്പോൾ ഇന്ന് പണിമുടക്ക് ആയതുകൊണ്ട് അവൻ ഇന്ന് വീട്ടിലുണ്ട്. പക്ഷേ ഇളയ ആളിനിന്ന് പോകണം. അപ്പോൾ പിന്നെ ആളിനെ സ്കൂളിൽ വിടാനുള്ള തിരക്കിലൊക്കെ ആയിരുന്നു. അങ്ങനെ ആളിനെ ഒരുക്കി റെഡിയാക്കി. പിള്ളേരെയും അപ്പുറത്തുനിന്ന് പിള്ളേരും ഉണ്ടായിരുന്നു. അവരെയും വാൻ വരാറായി. അപ്പം മേളിലേക്ക് പോകണമെങ്കിൽ ഇത്തിരി നേരത്തെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയാലേ പറ്റുള്ളൂ. കാരണം നടന്നു വരുമ്പോൾ കുറച്ച് ചെളിയൊക്കെ ഉള്ള സ്ഥലമുണ്ട്. അപ്പോൾ അവിടെയൊക്കെ എടുത്തിട്ട് വേണം കൊണ്ടാക്കാൻ. അങ്ങനെ ഇതാണ് നമ്മുടെ കുടുംബക്ഷേത്രം കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ എനിക്കത് കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ വാൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ അപ്പുറത്തെ അമ്മുവൊക്കെ കൊച്ചിനെ കൊണ്ടാക്കാൻ വന്നു. ആ സമയത്ത് തന്നെ നമുക്ക് വാൻ വന്നു. അപ്പോൾ അവരെ വാനിൽ ഞാൻ കയറ്റി വിട്ടിട്ട് ഞാൻ നേരെ വീട്ടിലെത്തി. ഇപ്പം തന്നെ ഏകദേശം 9 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് ഞാനും ബസ്സിലാണ് പോണത്. അപ്പോൾ ഇന്നിനി എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇല്ലെങ്കിൽ ഇച്ചിരി നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. പക്ഷേ ഇത്തിരി വെയിലും കൊണ്ട് അങ്ങനെ ഒത്തിരി അങ്ങ് നടക്കണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ 10 രൂപ കൊടുത്ത് ബസ്സിലങ്ങ് ഇറങ്ങുന്നത് ഷോപ്പിൽ പോകാൻ. അടുത്ത് തന്നെയാണ് ഷോപ്പ്. നമുക്ക് വേണമെങ്കിൽ നടന്നു പോവാം. പക്ഷേ ഈ വെയിലത്ത് നമുക്ക് അത്രയും ദൂരം ഇപ്പം നടക്കാൻ പറ്റാത്തതുകൊണ്ടാണ് പിന്നെ ഞാൻ ബസ്സിലങ്ങ് ഇറങ്ങുന്നത്. അങ്ങനെ മീൻകറിയൊക്കെ വെച്ച ശേഷം കുറച്ച് രസം വെക്കാമെന്ന് വിചാരിച്ചു. എന്നും മോരുകറിയാണ് വെക്കുന്നത്. അപ്പോൾ ഇന്ന് കുറച്ച് മല്ലിയിലയൊക്കെ ഇട്ട് രസം വെച്ചു. രസം ഇത്രയും കൂട്ടി വെക്കുന്നത് ഞാൻ 2 ദിവസത്തേക്കാണ് രസം വെക്കുന്നത്. അതിനിടയിൽ ഞാൻ പാത്രം തേച്ച് കഴുകി അമ്മയുടെ ചട്ടി പൊട്ടിച്ച്. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞ് ഒരു ചട്ടിക്ക് പകരം ഞാൻ 2 ചട്ടി വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മയ്ക്ക് ചട്ടി, അരിവാല ഇതൊക്കെ പോകുന്നത് ഭയങ്കര വിഷമമാണ്. അപ്പോൾ അമ്മയുടെ അയൽക്കൂട്ടത്തിലെ പൈസയാണിത്. അപ്പം എവിടെയാണോ അയൽക്കൂട്ടം നടത്തുന്നത് അവിടെ തന്നെ ഉള്ള ആൾക്കാരല്ലേ ബാങ്കിൽ കൊണ്ടിടാനുള്ള. അപ്പോൾ ആ ജോലിയിൽ നിന്ന് എനിക്കാണ് തന്നത്. അങ്ങനെ അതെല്ലാം എണ്ണി തിട്ടപ്പെടുത്തി എഴുതി ഇന്ന് ബാങ്കിലേക്കുള്ള പോക്കാണ്. ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോയിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, ബൈ.